കേസുമായി ബന്ധപ്പെട്ടിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. അത് ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള കേസാണ്, അതിനെ രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ LDFിനകത്തൊരു ഭിന്നതയുണ്ടോ? അതായത് CPIയുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു നിലപാട് വരുന്നത്? നിങ്ങളിപ്പോൾ സഖാവ് ബിനോയ് വിശ്വത്തിന് മറുപടിയാണ് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ സഖാവ് ബിനോയ് വിശ്വത്തിന് മറുപടി പറഞ്ഞാൽ അത് വലിയ വാർത്തയെ അച്ചടിച്ച് വരും. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാൻ പാടില്ല. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന രീതി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അത് പറയാതിരിക്കലാണ് വേണ്ടത്. വലിയ വാർത്തയ്ക്ക് വേണ്ടി വർത്തമാനം പറയാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ മര്യാദയാണ്. അപ്പോൾ വലിയ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ വർത്തമാനം പറയുന്ന ശീലമില്ല, ഞങ്ങളുടെ പാർട്ടിക്കില്ല. പിന്നെ ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ വളരെ എൻ്റെ സെക്രട്ടറി DYFI ആണ്. DYFIക്ക് അത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്താണ്? 193 കേസുകളാണ് 2015 മുതൽ 25 വരെ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം എതിരെ ED മാത്രം ചുമത്തിയത്. രാജ്യസഭയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തന്നെ അതിന് ലഭിച്ച ഉത്തരമുണ്ട്. അതിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റല്ല, കൺവിക്ഷൻ നമ്പർ എന്ന് പറയുന്നത് 2ആണ്. 190 ഔട്ട് ഓഫ് 193 2ആണ്. ഇത് വ്യക്തമല്ലേ? ഇവിടെ 2 കമ്പനികൾ തമ്മിൽ നികുതി അടച്ച് 2 കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയൊരു കരാർ, ഉടമ്പടി, അതിൻ്റെ പേരിൽ നടത്തിയ ഇടപാടുകൾ, അതിൽ എല്ലാ തരത്തിലും ടാക്സ് നിയമാനുസൃതമായ എല്ലാ വഴികളും പൂർത്തിയാക്കി നടത്തിയ ഇടപാടുകൾക്ക് മേൽ ഇങ്ങനെ മുദ്രകുത്തി ഇറങ്ങി പുറപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററായ യുവതിയായ ഒരു യുവതിക്ക് നേരെയുള്ള കടന്നാക്രമണമൊന്നുമല്ല. ഇത് രാഷ്ട്രീയമാണ് എന്ന് എൻ്റെ സംഘടനയ്ക്ക് DYFIക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. നമ്മൾ രാജ്യത്തെ നവഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ നമ്മൾ എതിർക്കേണ്ടത്, ഈ പ്രവണതകളെ എതിർക്കേണ്ടത്, അത് നമ്മൾ പൊതുവിൽ ഈ പ്രവണതകളെ എതിർക്കാൻ നടക്കുന്ന രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമാണ് ആ കേസിനെ പ്രതിരോധിക്കുന്നത് എന്നത് നല്ല ബോധ്യം എൻ്റെ സംഘടനയ്ക്കുണ്ട്. തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും അതുണ്ട്. അത് വളരെ ശക്തമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് CPIഎമ്മിൻ്റെ നിലപാട്. ഒപ്പം DYFIയുടെ നിലപാട്. അദ്ദേഹം വളരെ പ്രമുഖരായ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഞാനിനി പറഞ്ഞിട്ട് വലിയ വാർത്ത അച്ചടിച്ച് വരാൻ, വിവാദം അല്ലെങ്കിൽ വർത്തമാനം പറയേണ്ട അവസ്ഥ ഇപ്പം ഞങ്ങൾക്കില്ല.